പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു ഈ സ്കിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് കുറെ പേര് എന്റെ വോയിസ് ടിക്ടോക്കിലൂടെ ഇതാക്കി അങ്ങനെ കുറെ പോപ്പുലാരിറ്റി. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. നമുക്ക് അറിയാവുന്ന ഡെയിൻ ചേട്ടൻ ഇങ്ങനെ തിളങ്ങുമ്പോഴത്തേക്ക് മൂവി എന്റെ കുറച്ച് ഉള്ളില് കേറിയ ഒരു സിനിമയാണ്. അവള് ഭയങ്കര ഇഷ്ടാ. പ്രാർത്ഥിച്ചോളോട്ടാ. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ ഒരുത്തം വന്ന് സലീംകുമാർ എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിന്റെ അടുത്ത് ഈ വക ഡയലോഗ് അടിക്കുന്നവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കമന്റ്സ് എന്ത് വരും, എത്ര ആൾക്കാർ കാണും, സലീംമാൻ എങ്ങനെയായിരിക്കും എന്നോട് ഫീൽ ആവുക, ഇതൊന്നും ഞാൻ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഉണ്ടായിരുന്നോടത്തൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇത് തന്നെയാണോ നമ്മുടെ പരിപാടി, നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരുമോ, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ജീവിക്കാൻ പറ്റുമോ? കാരണം ആ സമയത്തൊക്കെ ഫിനാൻഷ്യലി ഒക്കെ നമ്മുടെ ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലും ഉണ്ട്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്വന്തം ഡെയിൻ ചേട്ടൻ. നമസ്കാരം ഡെയിൻ ചേട്ടാ. അപ്പൊ ഞാൻ ഇന്നലെ തിയേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. തിയേറ്റർ പ്രിവ്യൂ ആണ് നമ്മൾ കണ്ടത്, നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഷോ. ആക്ച്വലി ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. നമുക്ക് അറിയാവുന്ന ഡെയിൻ ചേട്ടൻ ഇങ്ങനെ തിളങ്ങുമ്പോഴത്തേക്ക് ഒരു ലീഡ് റോൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ്? തിയേറ്ററിനെ പറ്റി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ തിയേറ്റർ മൂവി എന്റെ കുറച്ച് ഉള്ളില് കേറിയ ഒരു സിനിമയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തിയേറ്ററിന്റെ ഒരു വേ ഓഫ് മേക്കിങ്ങും തിയേറ്ററിന്റെ പ്രോസസ്സും തിയേറ്ററിനുണ്ടായ രീതിയും തിയേറ്ററിലോട്ട് ഞാൻ എത്തിയതും ഇതൊക്കെ എനിക്ക് മെമ്മറിയിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ ഇഷ്ടമുള്ള കുറെ സിറ്റുവേഷൻസ് ആണ്. കാരണം ഈ പറയുന്ന പോലെ ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് എത്രത്തോളം എനിക്ക് വേണ്ട വിധത്തിലാണ് ഞാൻ ആ ക്യാരക്ടറിനെ ഒന്ന് ഫുൾ ഓഫ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടത് എന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ഇട്ട എഫേർട്ടൊക്കെ ഇപ്പൊ നോക്കുമ്പോ അത്ര നന്നായി ചെയ്തോ അല്ലെങ്കിൽ നന്നായി എഫേർട്ട് ഇട്ടോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇതില് ഞാൻ ലിറ്ററലി ഈ സിനിമയുടെ പ്രോസസ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഷൂട്ടിന് മുമ്പേ ഞാൻ ഒരു 5-6 ദിവസം മുമ്പേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഡയലോഗ് പഠിച്ചും ഇവരുടെ കൂടെ ക്യാരക്ടറിന്റെ സജിനാന്റെയും പിന്നെ ക്യാമറ DOP ചെയ്ത ശ്യാമേട്ടൻ ഇവരുടെ ഒക്കെ കൂടെ തന്നെയായിരുന്നു നിൽക്കുന്നതും. തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസം. വീടുകളൊക്കെ എടുത്തിട്ടൊക്കെ ആയിരുന്നു നമ്മള് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. ലിറ്ററലി നോർമലി മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ വേറൊരു അപ്രോച്ച് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് ഉള്ളില് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇപ്പോ അറ്റ്ലീസ്റ്റ് ഒരാളോട് ചാൻസ് ചോദിക്കുമ്പോ ചേട്ടാ ഈ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഓഡീഷനെങ്കിലും തരൂ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഷൂട്ടിംഗ് ടൈമിൽ എനിക്ക് എന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഏരിയയും പരിപാടികളൊക്കെ അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. നോർമലി സിനിമയ്ക്ക് റിലീസിന് മുമ്പ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു. സിനിമ റിലീസായ അങ്ങനെ മീഡിയാസിലൊന്നും അങ്ങനെ ഒരു ഇന്റർവ്യൂയോ കാര്യങ്ങൾക്കൊന്നും നമ്മളെ വിളിക്കലൊക്കെ കുറവായിരുന്നു. മീൻസ് ആ പടത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ പിന്നെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്ത് ഫലിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഇതില് ഈ പറയുന്ന പോലെ ഇയാൾ ഇന്നലെ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്നോട് വരാൻ പറഞ്ഞത്. അപ്പൊ അത് തന്നെ എന്നെ സംബന്ധിച്ച് വേറെ ഇന്റർവ്യൂസിനൊക്കെ വിളിച്ചു. അപ്പോ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ്. അതായത് പടം റിലീസ് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വിളിപ്പിക്കുമ്പോ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് തിയേറ്റർ ഭയങ്കര ഇമോഷണലി ഒരു കണക്ഷൻ കൂടി ഉള്ള ഒരു സിനിമയാണ്. ഇപ്പോ തിയേറ്റർ ഇറങ്ങുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷവും ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന റെസ്പോൺസ് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു ഫീലുള്ള ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മള് തിയേറ്റർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കേൾക്കുമ്പോ നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. പക്ഷെ മൂവി കണ്ടു കഴിയുമ്പം നമുക്ക് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഇത് എന്താണ് തിയേറ്റർ എന്നൊരു ടൈറ്റിൽ വരാൻ കാരണം? എന്താണ് ചേട്ടന് അതിനെ പറ്റി പറയാനുള്ളത്? ലൈക്ക് തിയേറ്റർ എന്നൊരു ടൈറ്റിൽ ഈ മൂവിക്ക്.
അല്ല, ഇപ്പൊ തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എന്തുകൊണ്ടാണ് തിയേറ്റർ എന്നുള്ളത്. അപ്പോ പിന്നീട് ഇപ്പോ സജ്ജാനായിട്ട് സംസാരിച്ചപ്പോഴും പിന്നെ ഇന്റർവ്യൂസിലൊക്കെ ആള് പറഞ്ഞതും സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് വെച്ചിട്ട് ഈ നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ കുറെ പെർഫോമൻസുകൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ ചുറ്റും ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് പലരും പല ക്യാരക്ടറുകളോടെ കടന്നിട്ടാണ് ആ ഇൻസിഡന്റ് കടന്നു പോകുന്നത്. അത്തരത്തിലൊരു തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് തരുന്ന, ഇപ്പൊ നമ്മളിപ്പോ ഒരു നമ്മുടെ സൊസൈറ്റിനെ ഒരു വേദിയാക്കി എടുക്കുവാണെങ്കിൽ ആ വേദിയിലെ പെർഫോമൻസുകൾ ഉള്ള ഒരു ഏരിയ ഈ സിനിമയിലുണ്ട്. ഒരു ഇൻസിഡന്റിന്റെ പല പല ഓരോ ക്യാരക്ടേഴ്സിന്റെ വേർഷൻസ്, അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ തരത്തില് തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമേനെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ പറയുന്ന പൊളിറ്റിക്സും അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഒരു ഇത് റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. അപ്പോ അത് കാരണമൊക്കെ ഇതില് കുറെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു വേ ഓഫ്, ഇപ്പൊ എന്റെ ക്യാരക്ടർ തന്നെ ഇതിന്റെ ഒരു ആർക്ക് ഉണ്ട് ഈ ക്യാരക്ടറിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുകൊടുത്തിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ പെർഫോമൻസുകൾ, റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസുകളൊക്കെ നമ്മുടെ ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിന്റെ സബ് ടൈറ്റിൽ പോലെ തന്നെയുള്ള ഇത് ടാഗ് റിയാലിറ്റി ഓഫ് മിത്ത് എന്ന തിയേറ്റർ. അപ്പോ നമ്മള് കാണേണ്ട റിയാലിറ്റിയും നമ്മൾ അറിയേണ്ട മിത്തുമാണ് ഈ സിനിമയില് പറയുന്നത്. അപ്പോ നമ്മൾ കാണുന്ന എല്ലാ മിത്തുകളും റിയാലിറ്റിയിലോട്ട് എത്തുമ്പോഴുള്ള റിയലൈസേഷനും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളൊക്കെ സിനിമയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നും. ഭയങ്കര സിമ്പിൾ ആണ് കഥയും. നമുക്ക് ഇപ്പൊ ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്നുണ്ട് ഈ സിനിമ. ഇപ്പൊ തിയേറ്ററിൽ ഇപ്പൊ കുറച്ച് പോയി, റഷ്യയിലും അവിടെയൊക്കെ പോയി. പിന്നെ ചേച്ചി ക്രിട്ടിക്സ് അവാർഡ് കിട്ടി, പ്രമോദന് ക്രിട്ടിക്സ് അവാർഡ് തന്നെ ക്യാരക്ടർ റോളിനോട് കിട്ടി. അപ്പൊ ഈ പടം കുറെ ഫെസ്റ്റിവൽസിലും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ പലരും വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പറയൂലോ, സോ കോൾഡ് അവാർഡ് പടം ഭയങ്കര ആൾക്കാർക്ക് മനസ്സിലാവില്ല, കണക്ട് ആവില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പൊ പലരും അങ്ങനെയുള്ള ഒരു തിയേറ്ററിൽ ഈ മൂവി ചിലപ്പോ കാണാൻ മെനക്കെടില്ലായിരിക്കും. അപ്പൊ ഇത് ലിറ്ററലി എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന രീതിയിൽ എന്നുവെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയണ്ട, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മാത്രമാണോ ശരി എന്നൊക്കെ ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ സിനിമയിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ നമുക്ക് ഈ സിനിമയുടെ ഒരു ഇത് തിയേറ്റർ എന്ന് പറഞ്ഞ പേര് ഭയങ്കരമായിട്ട് യോജിക്കുന്നുണ്ട്. ഇപ്പം ഡെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഓർമ്മിക്കാൻ വേണ്ടിട്ട് ഡെയിൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഓക്കെ അതാരാ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ പിന്നെ എന്തിനാ മുത്തേ, അത് തന്നെയാണ് ഇപ്പോഴും ഒരു ഐഡന്റിറ്റി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ചേട്ടന് എന്താ തോന്നുന്നത്? അങ്ങനെ തന്നെയാണ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് കുറൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ മാറി തുടങ്ങി. അതായത് പല വിഭാഗക്കാരും പലതായിരിക്കും. ഇപ്പൊ ഉടൻ പണം കണ്ടവരുണ്ടാവും, അത് ചിലപ്പോ ഒരു ഫാമിലി ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് ചിലപ്പോ പിന്നെ എന്തിനു മൊത്തം ചിലപ്പോ മനസ്സിലാവില്ല. അവർക്ക് ഉടൻ പണമായിരിക്കും. ചില ഇപ്പൊ നായകന്റെ സമയത്ത് കൂടുതലും യങ്സ്റ്റേഴ്സ് ആയിരുന്നു, കോളേജിലെ സ്റ്റുഡൻസും അവരായിരുന്നു കണ്ടിരുന്നത്. ആ സമയത്ത് വീട്ടുകാർക്ക് ആ ഷോനെ പറ്റിയിട്ട് അധികം ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇന്ദിരമുത്തൊക്കെ റീലുകളും മറ്റേ ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു ഈ സ്കിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് കുറെ പേര് എന്റെ വോയിസ് ടിക്ടോക്കിലൂടെ ഇതാക്കി അങ്ങനെ കുറെ പോപ്പുലാരിറ്റി വന്നായിരുന്നു ഈ ഡയലോഗിനൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പല വിഭാഗക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴും പിന്നെ എന്തിനാ മുത്തേ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇപ്പോൾ എന്റെ കൂടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ മുത്തേന്നൊക്കെ സ്നേഹത്തിൽ വിളിക്കുന്നവരുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും കൂടുതലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ ആഗ്രഹം കൂടുതലും ഇവര് ഈ ഡയലോഗ് എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ കുറെ മാറ്റം. മീൻസ് ഓരോന്ന് എനിക്കൊരു എന്തോ ഭാഗ്യാണോ എന്താണോ എന്ന് അറിയില്ല. എനിക്ക് ഓരോരോ സമയങ്ങളിൽ എനിക്ക് നല്ല നല്ല ഷോകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കോമഡി സർക്കസോട് വന്നു, അത് കഴിഞ്ഞ് കുറച്ചും കൂടി നായകനായകലെത്തിയപ്പോ കുറച്ചും കൂടി ഒന്ന് ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു ആങ്കർ എന്നുള്ള ലാബില് എന്നൊക്കെ വന്നു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റിയാലിറ്റി ഷോകളൊക്കെ ചെയ്തു, ഉപ്പുമുളകൊക്കെ അതിന്റെ ഇടയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഉടൻപണം ചെയ്യുന്ന സമയത്ത് കോവിഡ് സമയത്ത്. അപ്പൊ അതിന് നല്ല വ്യൂവേഴ്സ് കിട്ടി, നല്ല TRP വന്ന് നല്ല ഹിറ്റായി ഷോ.
അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വൈഡ് ഓഡിയൻസിനെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോ വേറെ ഷോകളും പരിപാടികളും മൂവീസ് പാരലി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മിക്സഡ് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടതും അറിഞ്ഞതൊക്കെ ആയിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. ബട്ട് പിന്നെ എന്തിനുമുത്ത് ഇപ്പോഴും ഇങ്ങനെ ഒരു ട്രേഡ് മാർക്കായിട്ട് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അത് എനിക്ക് സന്തോഷം തന്നെയാണ്. എന്നാലും ഒരു 8-9 ഇപ്പൊ 8 വർഷം ആയി. 8 വർഷമായിട്ട് ഡയലോഗുകൾ എന്തെങ്കിലുമൊക്കെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും പിന്നെ എന്തിനുമൊക്കെ നമ്മുടെ ഫസ്റ്റ് ഷോ ആണല്ലോ. ഫസ്റ്റ് ഷോയില് സ്കിറ്റ് ഡയലോഗ് പറയുമ്പോഴൊന്നും നമ്മൾ ഇത്രയും ഒരു 8 വർഷത്തിന് ഇപ്പുറം ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് വരുമ്പോ പിന്നെ എന്തിനുമത്തിനെ പറ്റിട്ട് സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഫസ്റ്റ് ഷോയില് തന്നെ നമുക്ക് ആ കിട്ടിയ ഒരു ഹൈപ്പും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും ഒക്കെ ഇപ്പോഴും അത് നിലനിർത്താനാണ് എനിക്ക് ഓരോ ഡേ ബൈ ഡേ ഞാൻ നോക്കാറ്. മീൻസ് ഓരോ ഷോ ചെയ്യുമ്പോഴും കൂടുതൽ അവർക്ക് ഉള്ള ഇഷ്ടം നിലനിർത്തണം. ചില സമയത്ത് നമുക്ക് കൂടുതൽ ഇഷ്ടം പിടിച്ചു പറ്റാനോ ഒക്കെയാണ്. അപ്പൊ ഉള്ള ഇഷ്ടത്തിനെ കളയാതെ മാക്സിമം നന്നായി പെർഫോം ചെയ്യണം. കാരണം നമുക്ക് ചിലപ്പോഴൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും ചില ഷോകളിലൊക്കെ. എല്ലാ ഷോകളിലും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ജഡ്ജസ് ഉണ്ടാവും, ഷൂട്ടിന്റെ സമയത്തിന്റെ ഡ്യൂറേഷന്റെ ഇത് ഉണ്ടാവും, ചിലപ്പോ വേറെ ചാനലായിരിക്കാം. അങ്ങനെ പല ലിമിറ്റേഷൻസ് എനിക്ക് വരാം. പ്രൊഡ്യൂസർ ചിലപ്പോ അങ്ങനെ വേറൊരു രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ പക്ഷെ എനിക്ക് പറ്റുന്ന ഏരിയകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ മാക്സിമം എല്ലാരും എൻഗേജിങ് ആക്കുക, ഉള്ള ഇഷ്ടം കളയാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ചേട്ടന് അൾട്ടിമേറ്റ് എയിം മൂവി തന്നെ ആയിരുന്നില്ലേ ആദ്യം മുതലേ? അപ്പൊ ഈ ഷോസ് ഒക്കെ നമ്മൾ ചെയ്ത് സർവൈവലിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണോ ഷോസ് ഒക്കെ ചെയ്തത്? ആദ്യത്തെ ഷോകൾ ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. ആൾക്കാരുടെ ഉള്ളില് ഒരു ഫേസ് ഒന്ന് രജിസ്റ്റർ ആവണം, അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു സ്റ്റാർട്ടിങ്. അതായിരുന്നു ആദ്യ ഷോ കോമഡി സർക്കസിലോട്ട് എത്തുമ്പോ. അപ്പൊ അതില് നമ്മൾ എന്തില് ചെന്നാലും അതില് ബെസ്റ്റ് ആയിട്ട് അവസാനിപ്പിച്ചാൽ നമുക്ക് ഒരു ഇത് കിട്ടൂലോ. ഓക്കെ, അപ്പൊ അതെന്തോ ഞാൻ അതില് വിന്നറായി, ബെസ്റ്റ് ആക്ടറായി ആ ഷോയില്. അപ്പൊ കിട്ടിയ എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്നിടത്തൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇത് തന്നെയാണോ നമ്മുടെ പരിപാടി, നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരുമോ, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ജീവിക്കാൻ പറ്റുമോ? കാരണം ആ സമയത്തൊക്കെ ഫിനാൻഷ്യലി ഒക്കെ നമ്മുടെ ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്റെ വീട്ടിലും ഉണ്ട്. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാണ് വീട്ടില് ആ സമയത്ത്. അപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കി കൊടുക്കാന്നപ്പുറം നമ്മളെവിടെയെങ്കിലും ഒരു സേഫിലോട്ട് എത്താ, ഒരു നല്ല പ്രായത്തിന്റെ ഉള്ളിൽ എത്താന്നുള്ളത് വീട്ടുകാര് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെ എത്താത്തതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പൊ വീട്ടുകാരുടെ വിചാരിച്ച പോലെ അവരുടെ കാര്യങ്ങളൊന്നും അവരുടെ നല്ല പ്രായത്തിൽ അവർക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോ സെറ്റായി വന്നിട്ടുണ്ടാവില്ല, ജോലിയുടെ കാര്യം പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് മക്കള് ഒന്ന് സെറ്റിൽ ആവണമെന്ന് അവര് ആഗ്രഹിക്കുമല്ലോ. അപ്പോ അവർക്ക് വല്ലാതെ നമ്മളെ നിർബന്ധിക്കാനും പറ്റുന്നില്ല എന്നുവെച്ചാ ഒരു പേടിയുണ്ട് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്നുള്ളതായിരുന്നു കോമഡി സർക്കസിലോട്ട് വരുമ്പോ. അപ്പൊ അങ്ങനെ ആങ്കർ ചെയ്യാൻ നായകനായകലോട്ട് ഇറങ്ങി. അവിടെ തൊട്ടാണ് ശരിക്കും സർവൈവൽ ആയി തുടങ്ങിയത്. മീൻസ് എനിക്ക് ഫിനാൻഷ്യലി ഇൻകം വന്നു തുടങ്ങി. അപ്പൊ എന്റെ കുറെ ആവശ്യങ്ങൾ നടന്നു തുടങ്ങി. എനിക്കൊരു ആവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം വന്നു തുടങ്ങി. അതായത് ഒരാവശ്യം ഞാൻ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ശമ്പളം കിട്ടുന്നു, നമ്മുടെ ആവശ്യം നടത്തുന്നു. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം വരുമല്ലോ. അപ്പൊ ആ ആവശ്യത്തിന് നമുക്ക് എമൗണ്ട് വേണം, ഫിനാൻഷ്യൽ ഇൻകം വേണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഷോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ സർവൈവിങ്ങിന്റെ ഇടയിൽ സിനിമകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സിനിമകളിൽ ഈ പറയുന്ന പോലെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ എന്റെ പെർഫോമൻസ് ഉയർന്നില്ല. ഞാൻ ഇങ്ങനെ മിക്സഡ് ചാടി 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 അങ്ങനെ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഫിനാൻഷ്യലി എന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ നടന്നു. ഞാൻ വണ്ടി വാങ്ങിയതും വീട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കുറെ എന്റെ സ്വപ്നങ്ങൾ, ഇതൊന്നും എനിക്ക് ലിറ്ററലി ഈ പ്രായത്തില് നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ലോങ് ടൈം പ്രോസസ് ആയിട്ട് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ ഈ ചാനൽ ഷോസുകൾ, ഞാൻ വേറെ യൂട്യൂബോ അല്ലെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വീഡിയോസുകളോ അങ്ങനെ ബ്രാൻഡിങ്ങുകളോ അങ്ങനെ ഒന്നും ചെയ്യുന്ന, ആഡും പരിപാടികളൊക്കെ ചെയ്യുന്നല്ലാതെ
ഞാനൊരു റെഗുലർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് അതിൽ ഒരു ഇൻകം അങ്ങനെ ഒന്നും ഇല്ല. ലിറ്ററലി ചാനൽ ഷോസുകളും അതുവഴി കിട്ടുന്ന സ്റ്റേജ് ഷോകളും പ്രോഗ്രാമുകളും ഒക്കെ തന്നെയാണ് എന്റെ ഇൻകം വരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ വീട് വിറ്റ് ഞാനൊരു 6 7 പഠിക്കുമ്പോൾ വീട് മേടിച്ചത്. അതായത് എനിക്കൊരു 6ാം ക്ലാസ് വരെ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ 7ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ വീട് സ്ഥലം വാങ്ങി. 10ലെത്തിയപ്പോഴേക്കും അത് വിറ്റു. അപ്പോ ചെറിയ റേറ്റിന് തന്നെയാണ് വിറ്റ്. എന്നിട്ട് അതേ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് നാൾ വാടകയ്ക്ക് താമസിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോഴും ലിറ്ററലി നമ്മുടെ സ്വന്തം വീട് എന്ന് പറയാൻ ഞങ്ങള് താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ ഞാൻ കൂട്ടിവെച്ചാണ് ഞാൻ സ്ഥലം വാങ്ങി അവിടെ ഇപ്പൊ വീട് വെച്ചുകൊണ്ടിരിക്കുക. അവസാന ഘട്ടത്തിലാ. അതെന്നെ സംബന്ധിച്ച് വലിയ വലിയ കാര്യമാണ്. എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും അത് എന്റെ ഉള്ളിലൊരു ഭയങ്കരമായിട്ട് ഞാൻ ഒരു സമയത്തൊക്കെ ഞാൻ വീട്ടുകാരൊക്കെ ഇട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ആവശ്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ഇത് വരുമ്പോ എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടൊക്കെ എന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജില് അമ്മയായിട്ടൊക്കെ ഞാൻ വഴക്കൊക്കെ ഇട്ടുണ്ട്. വഴക്ക് മീൻസ് നമ്മുടെ അമ്മ മോൻ വലിയ പ്രശ്നങ്ങളല്ല, ചെറിയ ചെറിയ വിഷമങ്ങൾ അങ്ങോട്ട് പറയും, അമ്മ കരയും, ചിലപ്പോ അമ്മ വിഷമിക്കും. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഈ പറയുന്ന പോലെ എനിക്ക് വർക്കുകൾ നടക്കുന്നുണ്ട്, പൈസ ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട്. സിനിമയുടെ ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡിന് ഞാൻ ഒന്ന് തൽക്കാലം കിട്ടുന്ന അവസരത്തിന് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ചിന്ത വന്നു. എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ ഇപ്പോ വീട് അല്ലെങ്കിൽ അങ്ങനെ ഇമോഷണലി നമ്മുടെ നാട്ടിൽ കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങള് ഞാൻ ലിറ്ററലി ഷോകളും കാര്യങ്ങളും ചെയ്തത്. അപ്പോ ആ സ്റ്റേജിലോട്ടൊക്കെ എത്തിയപ്പോഴേക്കും ഇതെന്റെ സർവൈവിങ്ങിന്റെ ഭാഗം കൂടിയായി. എനിക്ക് സിനിമ ഓഫ് കോഴ്സ് എന്തായാലും, പിന്നെ സിനിമ ഒരു ലോങ് പ്രോസസ് ആണെന്നുള്ളത് ഞാൻ പണ്ടേ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് എന്റെ മനസ്സിൽ കുറിച്ച് എഴുതിയിട്ടുള്ളതാ. ഇത് ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുക്കുന്ന പോലെ വെളുക്കുന്ന പരിപാടിയല്ല. ഇതിനൊരു ഒരു ടൈമും പിന്നെ നമുക്ക് പറയുന്ന പോലെ രാഗി മിനിക്കും നമ്മുടെ കുറവുകളൊക്കെ നമ്മളെ തന്നെ മനസ്സിലാക്കി, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിങ്ങനെ പോകുന്ന ഒരു ജേർണിയാണ് ഈ സിനിമയിലെ ആക്ടിങ് കരിയർ എന്നൊക്കെ പറയുന്നത് ആണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു ആക്ടറിനും അത് നമുക്ക് ലാലേട്ടൻ മാത്രമായിരിക്കും ചിലപ്പോ പറ്റിയിട്ടുണ്ടാവുക. ഒരു ആക്ടറിനും ഒരു ഒറ്റ സ്ട്രെച്ചില് ഒരേ ഗ്രാഫില് ഒരേ ആർക്കിൽ ഇങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും താഴെ കയറും മേലെ പോവും. അങ്ങനെ തന്നെ നമ്മളിപ്പോ നിൽക്കുന്ന ഏത് ലെജൻഡറി ആക്ടറിനെ എടുത്ത് നോക്കിയാലും അവരുടെ കരിയർ ഇങ്ങനെ തന്നെ പോയിട്ടുള്ളത്. അപ്പൊ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. അത് ആ കരിയറിന്റെ പാർട്ടാ. അതങ്ങനെ ആ ജേണി യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ പല പെർഫോമൻസുകള് ഡൗൺ ആവും. നമ്മൾ എത്ര ബെസ്റ്റ് ആയിട്ട് ചെയ്താലും ചിലപ്പോൾ സിനിമ ഫ്ലോപ്പ് ആണെങ്കിൽ നമ്മളുടെ കരിയറും ഡൗൺ പോവാം. അപ്പൊ ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന പ്രോസസ് അല്ല സിനിമ കരിയർ. പക്ഷെ ഇപ്പഴത്തെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോസ് ഫോക്കസ് ചെയ്ത് ഷോസുകൾ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ലൈം ലൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഫിനാൻഷ്യലി എനിക്ക് ഇൻകം വരുന്നുണ്ട്, അതിന്റെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോ എനിക്ക് അതൊരു സർവൈവിങ്ങിന്റെ ഭാഗം കൂടിയായി. അപ്പോ അതുവഴി എനിക്ക് എന്റെ ചുറ്റും നിൽക്കുന്ന കുറെ പേർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അതും എന്റെ സന്തോഷമായി തുടങ്ങി. അപ്പോ അങ്ങനെ ആ സർവൈവിങ് തുടർന്ന് സർവൈവിങ് നമ്മൾ ചെയ്ത് ഒരു സാധനത്തിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങില്ലേ. അങ്ങനെ ഇതിനോട് എനിക്ക് സ്റ്റേജിനോടും ലൈവ് ഓഡിയൻസിനോടൊക്കെ നമുക്കൊരു കിക്ക്, ഒരു ഹൈ പോയിന്റ് കിട്ടി തുടങ്ങി. സ്റ്റേജിൽ സംസാരിക്കുന്നു, അതിന് നമുക്ക് ചിരി കിട്ടുന്നു, കൈയടി കിട്ടുന്നതൊക്കെ. അപ്പൊ ഒരേ രീതിയിൽ ഞാൻ ഫിനാൻഷ്യലി ഒരു ഇൻകം ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ എന്നുള്ള ഒരു ഫോക്കസ് വെച്ച് ഞാൻ കണ്ടെങ്കിലും എനിക്ക് റിയലൈസ് ചെയ്തു, ഓക്കെ ഇതിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇത് ഞാൻ മടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമല്ല. അതായത് ഇപ്പോഴത്തെ സ്വാഭാവികമായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻകം എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല എന്നുള്ളത് തോന്നുക. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്തു, ലൈക്ക് ഇത്
എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലൈവ് ഷോകൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനപ്പോ ഞാൻ എന്റെ ഇൻഡിപെൻഡന്റ് ഷോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു 1 hour ഒക്കെ കണ്ടിന്യൂസ്ലി ഞാൻ ഇവരോട് ഇന്ററാക്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാം. പണ്ട് പേടിച്ചിരുന്ന ഒരു പരിപാടി ഞാൻ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി എൻജോയ് ചെയ്ത് തുടങ്ങി. അപ്പോ അതുവഴി എനിക്ക് ഈ പറയുന്ന അപ്പൊ ഇവരുടെ പ്രാർത്ഥനയും പരിപാടി ഉണ്ടെങ്കിൽ ഇത് എന്തായാലും അവിടെ ഉണ്ടല്ലോ. ഇത് എനിലെ ആക്ടർ അവിടെ എപ്പോഴും ഉണ്ട്. എനിക്കത് എന്റെ ആക്ടർ ഒന്നുമില്ലാതെ ആയി പോയില്ല. ഇപ്പൊ 5ലാണ് നിൽക്കുന്നെങ്കിൽ 2ലേക്ക് 1ലേക്ക് എത്തില്ല. എനിക്കത് ഞാൻ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 6, 7, 8, 9, 10 എത്തിക്കാം എനിക്ക്. അപ്പോ ആക്ടറിന് എനിക്ക് അതൊരു ലോങ് പ്രോസസ്സിലൂടെ മിനുക്കി നടനിലോട്ടുള്ള പ്രോസസ്സിലോട്ട് ഞാൻ എത്തുന്നു വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യാം. പിന്നെ ഷോകള് ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് തന്നെ ഹിറ്റ് ആയിരുന്നു. പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ തോന്നി? അതെ ഉറപ്പായിട്ടും കോമഡി സർക്കസിന്റെ ആ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ ആയിരിക്കണം എനിക്ക് ആങ്കറിങ്ങിലോട്ടൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാരണം അതിനു മുമ്പ് സ്കിറ്റുകളൊക്കെ ഞാൻ പൊതുവെ പഠിച്ച ഡയലോഗുകൾ കൂടുതലായിട്ട് സ്കിറ്റിൽ പെർഫോമൻസ് ചെയ്യുന്നതായിരുന്നു കൂടുതൽ കണ്ട് ശീലിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. ഞാൻ വന്നപ്പോ എനിക്ക് കൂടുതൽ പഠിച്ച ഡയലോഗിനേക്കാളും ചിലപ്പോൾ ലൈവായിട്ടൊക്കെ ചിലപ്പോ ഓപ്പോസിറ്റ് ആളുടെ റിയാക്ഷൻസ് അനുസരിച്ച് റിയാക്ഷൻസ് കൊടുക്കാനും എന്തെങ്കിലും വാക്കുകൾ കൊണ്ടൊക്കെ കൗണ്ടറൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. കോമഡി സർക്കസിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. ഞാൻ കൂടുതൽ പഠിച്ചു വെച്ചതിന്റെ മേലേക്ക് അത് ഞാൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേലെ നിന്നായിരുന്നു പെർഫോമൻസ്. ഇപ്പോ ഫസ്റ്റ് സ്കിറ്റ് എന്ന് പറഞ്ഞ സലീംകുമാറിനോട് കാലിറക്കി വെക്കി ബേസ് കുറച്ച് സംസാരിക്കുക, നല്ല അഹങ്കാരം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ആയിരുന്നു. ഞാൻ എന്ന് പറയുന്നത് ആരുമല്ല. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഞാൻ പോലും ടിവിയിൽ തന്നെ ആദ്യമായിട്ട് കാണാൻ പോവാ. അപ്പൊ അങ്ങനെ ഒരുത്തം വന്ന് സലീംകുമാർ എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിന്റെ അടുത്ത് ഈ വക ഡയലോഗ് അടിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ച സ്കിറ്റ് ആയിരുന്നെങ്കിൽ അത് ചിലപ്പോ അത്രയും ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പൊ പഠിച്ച സ്ട്രക്ചർ ചെയ്ത് ഞാൻ അവരോടൊന്നും അധികം ഇന്ററാക്ട് ചെയ്യാതെ ഞാൻ തന്നെ പഠിച്ച കൗണ്ടറുകള്, ഒരു കൗണ്ടർ പറയുന്നു മറു കൗണ്ടർ അവിടെ നിന്ന് പറയുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ മേ ബി ചിലപ്പോ അത്ര ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. ഇത് കോമഡിയുടെ ഒരു ക്യാരക്ടർ വേർഷൻ ആയിരുന്നു. ഞാൻ ലൈവായിട്ട് നിന്ന് ഇവരോട് സംസാരിക്കാം. ബട്ട് ഞാൻ കുറച്ചൊക്കെ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ ഇവരോട് ഇങ്ങനെ പറയുമ്പോ അവര് ചെയ്യില്ല എന്ന് പറയും, അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം. അങ്ങനെയൊക്കെ ഞാൻ മറ്റേ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അല്ലാതെ സ്ക്രിപ്റ്റ് ആക്കി അവരോട് ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയണം, അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, അതില്ല. അവരോട് ബേസിക് ആയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും, കുഴപ്പമില്ലല്ലോ, കാലിറക്കി വെക്കി അങ്ങനെയൊക്കെ സംസാരിക്കും, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ആദ്യം അനുവാദം ചോദിച്ചിരുന്നു. പക്ഷെ എന്താ ഒരു മറുപടി പറയുന്നത് അതൊക്കെ ഞാൻ ആ പെർഫോമൻസ് ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്നത്. അപ്പൊ മേ ബി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ അതെനിക്ക് ആ ലൈവ് ഇന്ററാക്ഷൻ എന്റെ കരിയർ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പില് ആരാണെങ്കിലും എനിക്ക് ഡോൺ കയർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ആ സമയത്ത് ആ ഡയലോഗ് പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. അപ്പോ ആ കടമ്പ ഫസ്റ്റ് ഷോയിൽ തന്നെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. മീൻസ് എനിക്ക് അന്ന് എന്നെ സംബന്ധിച്ച് അന്നത്തെ ഒരു മൈൻഡ് കേറുന്നതിന് മുമ്പ് ടെൻഷൻ അടിച്ച് ഞാൻ വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവങ്ങളൊക്കെ വിളിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോ നമ്മൾ പറയില്ലേ, ഇനിയൊന്നുമില്ല, എനിക്ക് മേലെ ആകാശം താഴെ ഭൂമി, ഇതെന്റെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇതെന്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആവരുത് എന്നൊരു ഒറ്റ തോട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് എന്റെ തുടക്കം, ഇതെന്റെ അവസാനം ആവരുത്, ഇതെന്റെ തുടക്കം തന്നെ ആവണം. എനിക്ക് ഇനി ഒരുപാട് പോകണം. അപ്പൊ എന്റെ തുടക്കത്തിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ആരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കമന്റ്സ് എന്ത് വരും, എത്ര ആൾക്കാർ കാണും, സലീമേണ്ണ എങ്ങനെയായിരിക്കും എന്നോട് ഫീൽ ആവുക, ഇതൊന്നും ഞാൻ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ഷോ കഴിഞ്ഞിട്ടാണ് ദൈവമേ എന്തൊക്കെയോ ഞാൻ പറഞ്ഞത് എന്നുള്ളത് ചിന്തിച്ചത്. അപ്പൊ ആ സമയത്ത് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല മൈൻഡില്. ലൈവില് അങ്ങോട്ട് സംസാരിച്ചു, ഇന്ററാക്ട് ചെയ്തു, പഠിച്ചു വെച്ചതും പഠിക്കാത്തതും ഒക്കെ ആയിട്ട് ചിലതൊക്കെ ഓർമ്മ വന്നു, പഠിച്ചു വെച്ചത് കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട്, പഠിക്കാത്ത ചിലതൊക്കെ സ്പോട്ടിൽ വന്നിരുന്നു. അപ്പൊ അതെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ വന്നപ്പോ
നമ്മുടെ ഫസ്റ്റ് ഷോ സ്കിറ്റ് തന്നെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. നമുക്കൊരു കരിയർ ഓക്കെ, നാലാൾ അറിഞ്ഞു തുടങ്ങി എന്ന് മനസ്സിലായി തുടങ്ങി. അപ്പോഴാണ് ആങ്കറിങ് വിളിച്ചപ്പോൾ നോർമലി കണ്ട ആങ്കേഴ്സിൽ നിന്നൊക്കെ ഇതേപോലെ ഒരു ഹ്യൂമർ സൈഡിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റൂന്ന് ഇവർക്ക് ഈ ഒരു സ്കിറ്റിന്റെ കണ്ടന്റ് ഒരു ഇതിലാണ് ബലത്തിലാണ് എന്നെ വിളിച്ചത് പോലും. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രോങ് പോയിന്റ് അതാണ്. ഞാൻ പിന്നെ പയ്യാണ് റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഹ്യൂമർ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണ്. അപ്പൊ ആ സ്ട്രെങ്ത് മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളത് ആംഗ്രിയെ വിളിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മുടെ ഒരു വേ ഓഫ് പ്രസന്റേഷനും എന്റെ സൗണ്ടും എന്റെ സൗണ്ടിന്റെ ടോണും സ്ലാങ്ങും ഇതൊക്കെ ആൾക്കാർക്ക് എടുത്തെടുത്ത ആൾക്കാർ ഇഷ്ടാന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് അതിൽ കോൺഫിഡൻസ് വന്നു തുടങ്ങി. ആദ്യം നമുക്കൊരു കോംപ്ലക്സ് പോലെ ഇത് പ്രശ്നമാണല്ലോ, ഇതല്ലല്ലോ നമ്മൾ കണ്ടാണ് ആങ്കറിങ് ശൈലി എന്നൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ റിവ്യൂസുകൾ ഇതേപോലെ ആൾക്കാർ പറയണതൊക്കെ ഒരു മോട്ടീവ്. ഓക്കെ, എന്നെ ആൾക്കാര് ഞാന് ജെന്യൂൻ ആയിട്ടായിരുന്നു പെർഫോമൻസ് ചെയ്തായിരുന്നത്. മീൻസ് ആർട്ടിഫിഷ്യലായിട്ട് കൂടുതൽ അതായത് ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളതിനപ്പുറം അത് എന്റെ നല്ലത് കാണിച്ച് എനിക്ക് കയ്യിലെടുക്കണം എന്നുണ്ടായിരുന്നില്ല. എന്റെ വീക്ക് പോയിന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആയിട്ട് അവരോട് പറഞ്ഞ് അവരോട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാള് ആങ്കർ ചെയ്ത് എങ്ങനെ ഇരിക്കും അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പിടിച്ചു. അല്ലാതെ ഞാനൊരു ആങ്കറാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല എനിക്ക്. എന്റെ ഫസ്റ്റ് ഷോ തൊട്ടേ ഞാൻ നിങ്ങളെ പോലെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നായിരുന്ന ഒരാളാ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഇത് വന്നപ്പോ എനിക്ക് ഞാൻ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കാനോ ഓവർ തിങ്ക് ചെയ്യാനൊന്നും നിന്നില്ല. കാരണം ഞാൻ ജെന്യുവിനായിട്ട് ചെയ്യുന്ന എന്റെ പ്രശ്നങ്ങളും എന്റെ വാക്കുകൾ പറയുമ്പോഴുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ആ ജെന്യുവിറ്റിക്ക് ആൾക്കാരുടെ സ്വീകാര്യത കിട്ടുമ്പോ നമ്മൾ ഭയങ്കര ഫ്രീ ആയി. ഞാൻ ഒന്നും ഇനി എക്സ്ട്രാ അതായത് ഞാനായിട്ട് നിന്ന് പെർഫോമൻസ് ചെയ്തപ്പോ ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പൊ ആ ഇഷ്ടം ഉള്ളതായി നമുക്ക്. അല്ലാതെ നമുക്കിപ്പോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പരിപാടി അതൊന്നുള്ളതല്ല. ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിനപ്പുറം ഇവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അത് ഞാൻ ജെന്യുവൻ ആയിട്ട് നിന്ന് ചെയ്താൽ മതി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മീൻസ് നമ്മളെ തന്നെ കളിയാക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു എപ്പോഴും എന്നെ പോർട്രേ ചെയ്യുന്ന ഞാൻ ബെസ്റ്റ് ആയിട്ടല്ല. ഞാൻ ബെസ്റ്റ് ആയിട്ട് പോർട്രേ ചെയ്യുന്നത് ഹ്യൂമർ സൈഡിൽ കൂടെയാണ്. എന്നെ ബെസ്റ്റ് ആക്ട് എനിക്ക് ഞാനൊക്കെ ഷോ ചെയ്യുമ്പോൾ എനിക്ക് 141 ഭാഷ അറിയാം. അപ്പൊ കേൾക്കുന്നവർക്ക് അറിയാതെ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ പോർട്രേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ പോർട്രേ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളിൽ തന്നെ ഞാൻ ഒരു കണ്ണാട വെച്ച് മിറർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന പോലെയായിരുന്നു. അതായത് എനിക്ക് ഒരു ഷോ ചെയ്യാൻ വരുമ്പോൾ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോയോടെ തന്നെ സംസാരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്. അപ്പോ അതിനൊക്കെ ഇത് തുടക്കം കുറിച്ചത് ഈ സ്കിറ്റാ ഫസ്റ്റ്. കാരണം ആ ലൈവ് ഇന്ററാക്ഷനിൽ ആ കോൺഫിഡൻസിൽ എനിക്ക് പറയാൻ പറ്റിയത് കൊണ്ടാണ് ഏതൊരു ആർട്ടിസ്റ്റ് വന്നാലും അവ എങ്ങനെ സംസാരിച്ചോളും എന്നൊരു പിന്നെ ആ കാലിബർ ഉണ്ടെന്ന് ഇപ്പൊ മനോരമയില് ഇപ്പൊ ടെക്നീഷ്യന്മാർക്ക് ഇപ്പൊ അതിന്റെ ഡയറക്ടർക്കൊക്കെ മനസ്സിലായത്. ഞാൻ ആ ചാനലിന് ആക്ടർക്ക് വേണ്ടത് ക്വാളിറ്റി പേടിയില്ലായ്മ മാത്രമായിരിക്കും ഇല്ല. ഇതൊരു പ്രസന്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ നമുക്ക്, കാരണം ഇപ്പൊ ഒരു ആക്ടർ ഒരു 100 ആളുടെ മുമ്പിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ അവർക്ക് അതിനുള്ള ധൈര്യം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്രൗഡ് ഉണ്ട്, ആ ക്രൗഡ് സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാള് ക്രൗഡ് സിനിമയില് സംസാരിക്കുന്ന അതേ രീതിയിൽ ചിലപ്പോ ഒരു ലൈവ് ഓഡിയൻസിന്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് പേടി എന്നുള്ളതിനപ്പുറം ഞാനൊരു എന്റർടൈനർ ആണ്. ഞാൻ എന്റർടൈൻ ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന ടെൻഷനോ പേടിയോ കൊണ്ടോ, ഞാൻ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന പേടിയോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അപ്പോ തൊട്ടാണ് ഞാൻ എന്റർടൈനർ ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ പെർഫോം ചെയ്യാം അങ്ങനെയൊക്കെയുള്ളൊരു
സംഭവം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത്. ആക്ടർ എന്നുള്ളത് ഞാൻ ചെറുപ്പത്തില് എനിക്ക് ആകെ കൂടി ഒരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടായിരുന്ന ഈ പെർഫോമൻസുകളൊക്കെ ചെയ്യുമ്പോഴായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ആക്ടിങ് പരിപാടി, ആക്ടറാണ് ഞാൻ, നടനാണ് ഞാൻ എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ റിയലൈസ് ചെയ്ത് ആക്ടറായി, അല്ലെങ്കിൽ എന്നിലൊരു ആക്ടർ ഉണ്ടെന്നുള്ളത് അത് ഞാൻ ചെറുപ്പത്തിലെ അതായത് എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു കൈയടി കിട്ടിയപ്പോ തന്നെ ഓക്കെ, എന്നിലൊരു പെർഫോമർ ഉണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് പിൽക്കാലത്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനും അല്ലെങ്കിൽ സിനിമ തന്നെ ഫോക്കസ് ചെയ്ത് ഇറങ്ങണം എന്നൊക്കെയുള്ള തോട്ടിലോട്ടൊക്കെ അന്ന് തൊട്ടുള്ള ജേണിയാണ് കിട്ടി തുടങ്ങിയത്. ഈ ആങ്കറിങ് ഇതൊക്കെ ചെയ്ത് തുടങ്ങി ഫസ്റ്റ് സ്കിറ്റ് അല്ലെങ്കിൽ കോമഡി സർക്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ, ഞാനൊരു എന്റർടൈനർ ആണ്, ആക്ടർ മാത്രമല്ല, എനിക്ക് എന്റർടൈനർ എന്നുള്ളൊരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയത് കൊണ്ട് ഞാൻ പേടിയോ അതൊന്നില്ലാതെ അവതരിപ്പിച്ചാലാണ് ആൾക്കാരുടെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ റിയലൈസേഷൻ ഫസ്റ്റ് ഷോ അപ്പോഴാണ് കിട്ടിയത്. ആക്ടർ എന്നുള്ളതിനപ്പുറം ഞാനൊരു എന്റർടൈനർ ആണെന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ഫസ്റ്റ് ഷോ കിട്ടിയത്. ആക്ടർ എന്നുള്ളത് ഞാൻ മറ്റേ എഴുതി ഒപ്പിട്ട് വെച്ചതാ. ഓക്കെ, ഞാൻ മറ്റേ ചരിത്രത്തില് എന്നെ ആക്ടറായിട്ട് അറിയപ്പെടണം, അല്ലെങ്കിൽ അത് എന്റെ പ്രസന്റില് എനിക്ക് അതിനു വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പണ്ടേ മനസ്സിൽ വെറുതെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ഈ ഷോകള് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എന്നിലെ എന്റർടൈനർ അല്ലെങ്കിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അതെനിക്ക്. കാരണം എത്ര പ്രശ്നങ്ങൾ അപ്പുറത്ത് എന്തൊക്കെ നമുക്ക് ഇമോഷണലി പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരൊറ്റ 1 hour ഷോ ഞാൻ ഒരു 100 പേരുടെ മുമ്പിൽ ഒരു പ്രോഗ്രാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു 50 പേരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരാഴ്ചക്ക് എനിക്ക് ഈ സാഡ് ഉണ്ടാവില്ല. ഞാൻ ആ 50 ആൾക്കാരുടെ കയ്യടി ആയിരിക്കും എന്നെ ഒരാഴ്ച കൊണ്ടുപോകണേ. അപ്പോ അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ സ്റ്റേജിൽ ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോ.